ഈ ഒരു അവസ്ഥ കാണുമ്പോൾ, അതായത് നമ്മൾ അടക്കുന്ന EMIയുടെ നല്ലൊരു ഭാഗം ഈ പലിശയിലേക്ക് പോകുന്നത് കാണുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നാറുള്ള ഒരു കാര്യം, എങ്ങനെയെങ്കിലും ഈ ലോണൊന്ന് തീർക്കണം. അപ്പോൾ അതിനുവേണ്ടി മിക്കവർ ചെയ്യാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരിപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് ആ ഒരു തുകയും കൂടി ലോണിലേക്ക് അടക്കാൻ ശ്രമിക്കും. പക്ഷെ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്തുള്ള ഒരു പ്രശ്നം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സപ്പോസ് ഇദ്ദേഹത്തിൻ്റെ പക്കൽ ഒരു 20,000 രൂപയും കൂടി എക്സ്ട്രാ കയ്യിലുണ്ട്. അത് ഒന്നില്ലെങ്കിൽ അദ്ദേഹം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്ന ഒരു എമൗണ്ടാണ്. ഈ നിക്ഷേപത്തിന് വെച്ചിരിക്കുന്ന ഈ ഒരു തുകയും കൂടി ഇതിനോട് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഏകദേശം ഒരു 10 വർഷത്തിനുള്ളിൽ ലോൺ ക്ലോസ് ചെയ്യാൻ സാധിക്കും. പലിശയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 33 ലക്ഷം രൂപയോളം ഇദ്ദേഹത്തിന് ലാഭിക്കാൻ സാധിക്കും. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന സമയത്തുള്ള ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻവെസ്റ്റ്മെൻറ്റും ലോണും വർക്ക് ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അതായത് ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ ലോൺ എത്രയോ പെട്ടെന്ന് തീർക്കുന്നോ അത്രത്തോളം നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് എത്രത്തോളം ലോങ് ടൈമിലേക്ക് പോകാൻ പറ്റുമോ അത്രത്തോളം ബെനിഫിറ്റ് ആണ്. ഇപ്പോൾ താങ്കളൊന്ന് വിചാരിച്ചാൽ, താങ്കളിപ്പോൾ ഒരു വലിയൊരു വീട് വെച്ച് അതിൻ്റെ ലോണെല്ലാം തീർന്നു. പക്ഷേ ആ സമയത്ത് നിങ്ങളുടെ പക്കൽ ഒരു സമ്പാദ്യം ഇല്ലെങ്കിൽ ആ വീട്ടിലത്തെ ഒരു താമസത്തിലോ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നിക്ഷേപത്തിന് വേണ്ടി മാറ്റേണ്ട തുക എടുത്ത് ലോണിൻ്റെ EMIയിലേക്ക് കൂട്ടി അടച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടുള്ളൊരു കാര്യം, നാളെ നിങ്ങളുടെ ഫ്യൂച്ചർ ഗോള് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാതെ നിങ്ങൾ വലിയ രീതിയിലുള്ള ഒരു സ്ട്രഗിളിലേക്ക് പോകും.